നിന്റെ ഹബീബിനോടൊപ്പം സ്വർഗ്ഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ ഹബീബിനോടൊപ്പം സ്വർഗ്ഗത്തിൽ മാത്രം നീ എഴുതത്തില്ല. ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ, കുടുംബത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ. നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, നീ ഉത്തരം നൽകണേ. ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ ധാരാളം ജോലി ചെയ്യുന്നുണ്ട്. പലരും വർഷങ്ങളായി ഞങ്ങളോട് ബന്ധപ്പെടുന്നവരാണ്. ഇപ്പോഴാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. അവർക്കൊക്കെ നീ ഹൈർ നൽകണം. എല്ലാ വിഷയങ്ങളിലാണ് ധാരാളം സഹോദരങ്ങളുണ്ട്. മക്കളായ മക്കൾ നൽകണം. മക്കളിൽ ബറക്കത്ത് നൽകണം. ഞങ്ങളുടെ കരങ്ങൾ وصل اللهم ثواب قراءتنا وبركة دعائنا بعد القبول منا ورن إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته واحشرنا تحت ظل لوائه المعقود. اللهم اسقنا من كأسه وانفعنا بمحبته في الدارين. اللهم ربنا تقبل منا صلواتنا كلها يا رب العالمين. اللهم بحقوق اللهم وإلى حضرات جميع أهل الخير والصلاح كلهم يا أرحم الراحمين، وإلى حضرات الشهداء وحد يا رب العالمين، وإلى حضرات جميع أصحاب رسول الله صلى الله عليه وسلم، وإلى حضرات جميع المسلمين عامة يا رب العالمين. اللهم اغفر لنا ولهم وارحمنا وارحمهم واجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم بارك لنا في هذا بركة تامة كما باركت على عبادك الصالحين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഖിറാഅത്തിന് വേണ്ടി അലി ഷാജഹാൻ മദീനയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن
تحبط أعمالكم وأنتم لا تشعرون صدق الله العظيم. السلام عليكم. സ്വാഗത പ്രശ്നം വേണ്ടി മിസ്ബാഹ് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സയ്യിദുമാർ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, വേദിയിലും പുറത്തുമുള്ള KMIC-യുടെയും സുന്നത്ത് ജമാഅത്തിന്റെ മറ്റു പ്രവർത്തകർ, പ്രത്യേകമായി ICF-ന്റെയും RSC-യുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഒരു നല്ല വേദിയിലാണ് നമ്മളെല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. വലിയ തെളിവ് 10 കോടി സ്വലാത്ത് നമ്മളെല്ലാവരും ഒന്നിച്ച് ചൊല്ലി ഹബീബ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സമർപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തപ്പോൾ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ അത് ഏറ്റുപിടിച്ച് സ്വലാത്തുകൾ ചൊല്ലി അൽഹംദുലില്ലാഹ് 43 കോടി സ്വലാത്ത് നമുക്ക് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ വെച്ച്, ഈ സദസ്സിൽ വെച്ച് നമുക്ക് സമർപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് ചില്ലറ വിഷയമല്ല. മുഹിബ്ബീങ്ങളായ നമ്മുടെ പ്രവർത്തകരും നമ്മുടെ അനുയായികളും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഏറ്റെടുത്തതാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് KMIC-യുടെ തുടക്കം മുതൽക്ക് ഇതുവരെയുള്ള ചരിത്രമെന്ന് ഞാൻ ഈ സമയത്ത് സ്മരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നാൾക്കുനാൾ നമ്മുടെ ഈ പ്രവർത്തനം സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ വന്യരായ താജുൽ ഉലമ സയ്യിദ് അവറുകളുടെയും വന്യരായ ശൈഖുന ഖമറുൽ ഉലമ AP ഉസ്താദിന്റെയും മഹനീയ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ലോകത്ത് നമ്മൾ പലതവണ ഈ 12 വർഷത്തോളം എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അത് ഒരു അളവ് വ്യത്യാസമില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം അർഹിക്കുന്ന രൂപത്തിൽ നമുക്ക് 2 ലോകത്തും പ്രതിഫലം നൽകുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം, രാഷ്ട്രത്തിൽ പല രാഷ്ട്രങ്ങളിൽ നിന്നുള്ള നമ്മുടെ ICF-ന്റെയും RSC-യുടെയും KMIC-യുടെയും പ്രവർത്തകർ ഇവിടെ ഈ സദസ്സ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മദീന മുനവ്വറയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ തുടക്കം മുതൽക്ക് ഈ സമയം വരെ നമ്മുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഇവിടുത്തെ ICF-ന്റെയും RSC-യുടെയും പ്രവർത്തകരെ പ്രത്യേകം അനുമോദിക്കുകയാണ്. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം നൽകണേ, ആമീൻ എന്ന് ദുആ അവർക്ക് സ്വാഗതമായി ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ റിയാദിലുള്ള ICF-ന്റെയും RSC-യുടെയും പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിദ്ദയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ICF-ന്റെയും RSC-യുടെയും പ്രവർത്തകർ ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഇതിനുവേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിക്കുന്നു. നമുക്ക് ഇവിടെ പ്രാർത്ഥന നടത്തി തന്ന വന്യരായ TT ഉസ്താദിന്
പ്രത്യേകം KMIC പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഖിറാഅത്ത് നൽകിയ ഓതിത്തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഷാജഹാൻ കയുടെ മകൻ അലി ഷാജഹാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വഹിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ വന്യരായ അബൂ റയ്യാൻ ഉസ്താദ് അവർകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആമീൻ എന്ന ദുആ ഉസ്താദിന് സ്വാഗതമായി ആശംസിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് വന്യരായ റിയാദ് ICF സെന്റർ കമ്മിറ്റി പ്രസിഡന്റ് PSA തങ്ങൾ അവർകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആമീൻ എന്ന ദുആ വന്യരായ സയ്യിദ് അവർക്ക് സ്വാഗതമായി ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന വന്യരായ KMIC അമീർ വന്യരായ നാസറുദ്ദീൻ അൻവരി ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന ദുആ സ്വാഗതമായി ആശംസിക്കുന്നു. അതുപോലെ നമുക്കിവിടെ ഈ വേദിയിലേക്ക് ആശംസകൾ നേരുന്നത് വന്യരായ യൂസുഫ് സാദി ICF മദീന കമ്മിറ്റിക്ക് വേണ്ടി വന്യരായ യൂസുഫ് സാദി ആശംസ നേരുന്നു ഉസ്താദ് അവർകൾക്കും. അതുപോലെ തന്നെ RSC മദീന സോണിന് വേണ്ടി വന്യരായ ഇല്യാസ് സഖാഫി ഉസ്താദ് ആശംസ നേരുന്നു ഉസ്താദ് അവർകൾക്കും. അതുപോലെ തന്നെ ജിദ്ദ ICF സെൻട്രൽ കമ്മിറ്റിക്ക് വേണ്ടി ഗഫൂർ വാഴക്കാട്, നമ്മുടെ മഖ്ദൂം 786 എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ്, അവർക്കും ഒറ്റവാക്കിൽ എല്ലാവർക്കും നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പല ഭാഗങ്ങളിൽ നിന്ന് തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും ഉസ്താദുമാർക്കും സയ്യിദുമാർക്കും പ്രത്യേകമായി നമ്മുടെ ഈ മദീനയെ നമുക്ക് വേണ്ടി എല്ലാ സമയത്തും ദുആ ചെയ്തു തരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും പൊരുത്തപ്പെട്ട രൂപത്തിൽ ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാമിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് തങ്ങളവർക്ക് നൽകട്ടെ, ആമീൻ എന്ന ദുആ സ്വാഗതമായി ആശംസിച്ച് ഈ പരിപാടിക്ക് വേണ്ടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ പരിപാടി വീക്ഷിക്കുന്ന ലോകത്തിലെ വിവിധ വിവിധ സ്ഥലങ്ങളിലുള്ള എല്ലാ ആളുകൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വന്യരായ അബൂ റയ്യാൻ ഉസ്താദിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. ഈ സംവിധാനം നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, വയസ്സന്മാർക്ക്, യുവാക്കൾക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ടും കൂട്ടായും ഇരിക്കുന്ന ഏതൊരാൾക്കും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന, അത് സാധിപ്പിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരു കട നടത്തുന്ന ആളാണ്. അപ്പോ ചുരുങ്ങിയ സമയത്ത് അബൂ റയ്യാൻ ഉസ്താദിന്റെ ക്ലാസ് ചിലപ്പോൾ 2 മണി, ചിലപ്പം 1:45 സമയത്തൊക്കെ ആയിരുന്നു. ഞാൻ ഈ ക്ലാസ് എന്റെ മൊബൈലിൽ എടുത്തിട്ട് അത് അതേമാതിരി വീട്ടിൽ ഭാര്യക്ക് കേൾപ്പിച്ചു കൊടുക്കാത്തത്. അങ്ങനെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എന്നാ ഈ അബൂ റയ്യാൻ ഉസ്താദ് മൂപ്പരെ വന്യരായ പിതാവ് നാട്ടിലുണ്ടാക്കിയ ഒരു ദേവാ സെന്റർ ഉണ്ട്, സ്ത്രീകൾക്ക് മാത്രം ക്ലാസ് എടുക്കുന്നു, അവിടേക്ക് ക്ഷണിച്ചുകൂടെ മൂപ്പരെ? ഒരു പ്രാവശ്യത്തെ ക്ലാസ് മൂപ്പര് അവിടെ എടുത്താല് നല്ല ഒരു ഉദാഹരണം ഇതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഈ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ഈ സംവിധാനം ശ്രദ്ധിക്കുന്നവർക്ക് എല്ലാ നിലക്കും ഉപയുക്തമായ ഒരു സംവിധാനമാണിത്. ഞാൻ ബഹുമാനപ്പെട്ട മദീനത്ത് ജൈൻ തങ്ങളുണ്ട്, അത് ജൈൻ തങ്ങൾ എന്നൊക്കെ പറയാ, ഒരു ചെറിയ കുട്ടിയൊക്കെ പാട്ടുകട ഇക്കൊല്ലെ വലിയൊരു മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു ചെറിയ പെൺകുട്ടി പാട്ടൊക്കെ പാടും. അപ്പൊ ഇതൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് നമ്മുടെ ഈ വിദേശത്ത് ജീവിക്കുന്ന പ്രവാസികളായ നമുക്ക് മാനസികമായും
ശാരീരികമായും സന്തോഷം നൽകുന്ന ഏറ്റവും നല്ല ഒരു അനുഭവം, അതോടുകൂടി തന്നെ മതപരമായി പഠിക്കാൻ കഴിയുന്ന ഈ സംവിധാനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. നാട്ടിൽ നിന്ന് മതപരമായി ഒന്നും പഠിക്കാത്ത ആളുകൾ, ഭൗതികമായി വളരെ ഉന്നതിയിലുള്ള ആളുകൾ, പക്ഷെ അവർക്ക് മതപരമായി ഒന്നും അറിയില്ല. എന്നാൽ പല കാരണങ്ങളാൽ വിദേശത്തും മറ്റും ജോലി ചെയ്യുകയും പണ്ഡിതോചിതമായ പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടതാണ്. അപ്പോൾ അവരെ ഉപയോഗപ്പെടുത്തി സാധാരണക്കാരന് മതം എങ്ങനെ മനസ്സിലാക്കാമെന്നത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പൂർവോപരി ശക്തിയിൽ നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നാം എല്ലാവരും ഒരു മതപരമായ സുന്നത്ത് ജമാഅത്തെ ശക്തി പകരുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തന മേഖലയ്ക്ക് ശക്തി പകരുക എന്നതായിരിക്കണം ഏതൊരു സംവിധാനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നത് നാം മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആലിമീങ്ങൾക്കും നമ്മുടെ സാദാത്യങ്ങൾക്കും പൂർവോപരി നമ്മുടെ ഈ നെറ്റ് സംവിധാനത്തെ ഇതിന്റെ പ്രവർത്തനം നടത്തുന്നവർക്കും അതിന് വേണ്ട എല്ലാ ക്ഷേമൈശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പരിപാടി വളരെയധികം വൈകിയാണ് തുടങ്ങാൻ കഴിഞ്ഞത്. കാരണം നമ്മുടെയൊക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഈ ഹാള് എടുത്തപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അവർ ചോദിച്ചു, ഉസ്താദെ ഇത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വളർച്ച അവർക്ക് ദുരുപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നതാണെങ്കിൽ 12 വർഷങ്ങൾക്ക് മുമ്പ് KMIC-യുടെ വരവോടുകൂടി ലോകത്തുള്ള മുഴുവൻ ബിദ്അഈ പ്രസ്ഥാനങ്ങൾക്കും ഏറ്റവും വലിയ പ്രഹരമായിട്ടാണ് നമ്മൾ KMIC-യുടെ വരവ് കാണുന്നത്. അത് തന്നെയാണ് ഏതാനും വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി നമ്മൾ നമ്മുടെ ഓൺലൈൻ രംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന വിപ്ലവാത്മകമായ മുന്നേറ്റവും. നമുക്കറിയാം, നമ്മുടെ കൂടെ നിന്നിരുന്ന എന്ന് പറയപ്പെടുന്ന പലരും നമ്മുടെ പ്രസ്ഥാനത്തെ കവർന്ന് നിന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അതിന്റെ സത്യാവസ്ഥ മുന്നോട്ട് കൊണ്ടുവരാനും ജനങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കുവാനും ആ നിഫാഖ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് KMIC-ആണ്. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. വളരെ ആധികാരികമായി തന്നെയാണ് ഞാൻ ആ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മളൊക്കെ KMIC-യെ പിന്തുണക്കുന്നു എന്ന് ചോദിച്ചാൽ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ എന്നും എക്കാലത്തും KMIC ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ICF ഈ മഹത്തായ സംരംഭം അതിന്റെ വിജയത്തിൽ എത്തിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിപ്പിക്കുന്നു. ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തന നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന ഒരു മഹത്തായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി നമ്മുടെ ഈ മദീനയിൽ KMIC-യിലേക്ക് ആദ്യമായി എത്തുന്ന എല്ലാ പ്രവർത്തകരും പറയാറുണ്ട്, മദീനയിലെ നമ്മുടെ അത്താണിയാണ് ബഹുമാനപ്പെട്ട സൈൻ തങ്ങൾ. എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലും നമ്മുടെ KPZ തങ്ങൾ എല്ലാവർക്കും അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. സംഘടനാ രംഗത്തും പ്രാസ്ഥാനിക രംഗത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു സയ്യിദ് അവറുകളുടെ മഹാനവറുകളുടെ മകൻ കൂടിയാണ്. മദീനയിൽ അൽഹംദുലില്ലാ വിനീതനായ ഞാനൊക്കെ KMIC-യിലേക്ക് വന്നപ്പോ നിർണായകമായ പല ഘട്ടങ്ങളിലും KMIC-യോടൊപ്പം ഉറച്ചു നിൽക്കാൻ എനിക്ക് ആവേശം പകർന്നു നൽകിയത് ബഹുമാനപ്പെട്ട സൈൻ തങ്ങളാണ്. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വളരെയധികം കഷ്ടപ്പാടും ത്യാഗവും അനുഭവിച്ചിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു 2 വാക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സൈൻ തങ്ങളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഇത്രയും നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ KMIC-യിലെ ഉസ്താദുമാരും സദാത്യങ്ങളും ഒക്കെ മദീനയിലൊന്ന് ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞപ്പോ ഇത്രയേറെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാവരും വളരെ ആവേശത്തോടെ ഹബീബിന്റെ ചാരത്ത് വെച്ച്
ഈ ഒരു മജ്ലിസിൽ പങ്കെടുക്കാനും ദുആ മജ്ലിസിൽ പങ്കെടുത്ത് ഒരുപാട് ആളുകളുടെ ഒരുപാട് പ്രയാസങ്ങൾ റാഹത്താകാൻ ഇത് കാരണമാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വന്നവര് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഷെയ്ഖുനാ എ.പി. ഉസ്താദും അതുപോലെ ഉള്ളാൾ തങ്ങൾ പാപ്പയും അതുപോലെ നമ്മുടെ നേതൃത്വത്തിലായിട്ടുള്ള ഖലീൽ ബുഖാരി തങ്ങൾ പാപ്പ, പേരോട് ഉസ്താദ്, പന്നൂർ ഉസ്താദ്, അങ്ങനെ ഒരുപാട് ഉസ്താദുമാരും സദാത്യങ്ങളും ആയിരക്കണക്കിന് വലിയ വലിയ സദാത്യങ്ങളും നമുക്ക് നേതൃത്വമായിട്ടുണ്ട്. അവരുടെയൊക്കെ ഉപദേശവും നിർദ്ദേശവും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ KMIC അതിനു വേണ്ടിയിട്ടും, അതുപോലെ ഇവിടുത്തെ ICF, RSC, SSF, SB, നാട്ടിലെ SSF, SBS ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ കുടുംബങ്ങളും ഇന്ന് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആരെല്ലാം അടുത്ത വർഷം ഇതേ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. ഒരുപക്ഷെ പലരും ഇന്നോ നാളെയോ പോകേണ്ടവരുണ്ടാകും. അത് ഇന്ന ആള് ആണ് എന്ന് ഉറപ്പുള്ള ഒരാള് നിങ്ങളോട് പറഞ്ഞാൽ ആ വ്യക്തി പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു ഇറങ്ങുമോ എന്ന് സംശയമാണ്. കാരണം അത്രയും ഭയമാണ് നമുക്ക്. കാരണം നാളേക്ക് വേണ്ടി നാം ആരും ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഈ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ നാം ഒക്കെ ഓടിയത്. പലരും, എല്ലാവരും ഇല്ലെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയുള്ള നാളേക്ക് വേണ്ടി ഒരുപാട് സമ്പാദിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ കൂട്ടായ്മ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെന്നും നിലനിർത്തി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നാഫിയായ ഇൽമു പഠിക്കാനും പഠിച്ച ഇൽമുകൾ അതൊക്കെ ജീവിതത്തിൽ പകർത്താനും ഈ ക്ലാസ് റൂമിലൂടെയും അതുപോലെ SSFന്റെയും SBS ICFന്റെയും ഒക്കെ പ്രവർത്തനങ്ങളിലൂടെയും സാധിക്കുമാറാവട്ടെ. അതുപോലെ മദീന ICFന്റെയും അതുപോലെ RSCയുടെയും പ്രവർത്തകർ അൽഹംദുലില്ലാഹ് വളരെ സജീവമായി കൊണ്ട് തന്നെ ഇതിന് മുന്നിട്ടിറങ്ങിക്കൊണ്ട് വേണ്ട സഹായ സഹകരണങ്ങൾ ഈ ഇത്രയും വിപുലമായ രീതിയിൽ ഇത് നമുക്ക് ഒരുക്കി തന്നത് ഇവിടുത്തെ ICFന്റെയും RSCയുടെയും പ്രവർത്തകരും നേതാക്കളുമാണ്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ KMICയിലെ എല്ലാ പ്രവർത്തകരും ശബ്ദിക്കുന്ന എല്ലാവരും, ഇവിടുത്തെ മദീന ICFന്റെയും RSCയുടെയും അതുപോലെ സൗദി ICFന്റെയും നാഷണൽ കമ്മിറ്റി ഇവിടെയൊക്കെ പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ആവശ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് വേണ്ടി നമ്മോടൊപ്പം നിന്ന ഒരു പ്രധാന പ്രവർത്തകനാണ് താഹിറുദ്ദീൻ എന്ന ഐഡിയയിൽ നിങ്ങൾക്കൊക്കെ അറിയും. പക്ഷെ മൈക്കിലൊന്നും വരാറില്ലാത്തത് കൊണ്ട്, തിരശ്ശീലയ്ക്ക് പിന്നിലായതുകൊണ്ട് ഒരുപക്ഷെ പലരും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ബഹുമാനപ്പെട്ടവർ ഈ പരിപാടിക്ക് വേണ്ടി ഒരാഴ്ച മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഈ സമയത്ത് ഓർക്കേണ്ട ബഹുമാനപ്പെട്ട ലത്തീഫ് ഹാജി UAE മെഹബൂബ് അലി എന്ന ഐഡിയയിൽ. അദ്ദേഹം ഇവിടെ എത്തേണ്ടതായിരുന്നു. ജോലി സംബന്ധമായ ലീവ് സംബന്ധമായ പ്രശ്നം കാരണം എത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരോടും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അദ്ദേഹം ഉണർത്തിയിട്ടുണ്ട്. ലത്തീഫ് ഹാജി മെഹബൂബ് അലി എന്ന ഐഡിയയിൽ മാട്ടൂല് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയും. അദ്ദേഹത്തെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. 2 വാക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി താഹിറുദ്ദീൻ സാഹിബ് അവറുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, KMICയുടെ 12 വർഷത്തെ പ്രവർത്തനം പല ഘട്ടങ്ങളിലായി പല പല പ്രതിസന്ധികളിലും പല പല പ്രശ്നങ്ങളിലും ഉള്ള സമയത്ത് പോലും നമ്മൾ ഇത്രത്തോളം ജനങ്ങളും ഇത്രത്തോളം ഇത് ഈ സദസ്സ് സംഘടിപ്പിക്കാൻ തന്നെ കഴിഞ്ഞത് വളരെയധികം അനുഗ്രഹമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാര്യം സൗദിയിൽ തന്നെ പല സ്ഥലത്തും പല സ്ഥലങ്ങളിലുമുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടി നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ ആ ക്ഷണിച്ച ക്ഷണത്തെ നിങ്ങളെല്ലാവരും സ്വീകരിച്ച് ഞങ്ങൾക്കൊപ്പം വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ പല പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് അൻവർ ഉസ്താദ് നേരത്തെ നിങ്ങളുടെ എല്ലാവരുടെയും മാപ്പ് ചോദിച്ചിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ നിങ്ങളുടെ മാപ്പ് ചോദിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് വാഹന സൗകര്യങ്ങൾ അത് ഇതൊക്കെ ശരിയാക്കി തന്നെ ചെറിയ ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണമെന്ന് കൊണ്ട് തൽക്കാലം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി KMICക്ക് വേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് KMIC പ്രവർത്തകരോടൊപ്പം വളരെയധികം സഹായവും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ നൽകി ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി നമ്മുടെ മദീന ICF RSC
പ്രവർത്തകർ സഹകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട മൊയ്തീൻ കുട്ടി സഖാഫി മദീന RSCയുടെ സോൺ ചെയർമാനാണ് ബഹുമാനപ്പെട്ടവരെ രണ്ടു വാക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എത്തിയിട്ടില്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. മറ്റേ അടുത്ത ആളുണ്ടോ? രണ്ടുപേരും ഒരുമിച്ചാണോ വിളിക്കാനോ? മദീന ICFന്റെ കൺവീനർ ബഹുമാനപ്പെട്ട യൂസുഫ് സാദി രണ്ടു വാക്ക് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെ, പ്രവർത്തകരെ, വിശുദ്ധ മദീനയിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹൽ സവിധത്തിൽ കോടിക്കണക്കിൽ സലാത്തുകളുടെ ഹദിയ ചടങ്ങ് കൂടി ഉൾപ്പെടുന്ന ഈ മഹത്തായ പരിപാടിയിൽ ഗൾഫിന്റെ വിവിധ മേഖലകളിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ മദീനയിലെത്തിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ആതിഥ്യം അരുളുമ്പോൾ അതിൽ ചെറിയ തോതിലെങ്കിലും ഒരു പങ്ക് നിർവഹിക്കാൻ സാധിച്ചു എന്നതിൽ മദീന ICF കുടുംബം വളരെ സന്തുഷ്ടരാണ്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മാർഗദർശി കൂടിയായ സൈൻ തങ്ങൾ അവർകൾ ആഴ്ചകൾക്ക് മുമ്പ് ഇങ്ങനൊരു പരിപാടിയുടെ വിവരം അറിയിക്കുകയും അതിനു വേണ്ട സഹകരണങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ പ്രവർത്തകരെ മുഴുവനും അതിന് സജ്ജരാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. ദിവസങ്ങളായി ഈ ഇസ്തിറാഹ ബുക്കിംഗ് ചടങ്ങ് മുതൽ ഇങ്ങോട്ട് നമ്മുടെ സെക്രട്ടറിമാരൊക്കെയായ റഫീഖ് കൊയ്യോടും അതുപോലെ നിസാം കൊല്ലം, സൈനുദ്ദീൻ കൊല്ലം, അതുപോലെ റഫീഖ് തലയാട്, മുജീബ് ഒഴിച്ചു, അള്ളാഹുദായുള്ള നിലപാട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ഒരു ചടങ്ങിന് സഹകരിക്കാൻ അവസരമൊരുക്കിയ നമ്മുടെ KMIC പ്രവർത്തകർക്കും നേതാക്കൾക്കും ഞാൻ ICF കുടുംബത്തിന് വേണ്ടി ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇവിടെ ഒരുപാട് ചടങ്ങുകൾ നടക്കാനുള്ളത് കൊണ്ട് കൂടുതൽ സംസാരിച്ച് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മഹത്തായ ഈ പ്രാർത്ഥനാ ചടങ്ങിലും മറ്റും മദീനയിലെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വിഭിന്നമാണ്. ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങളെക്കാൾ ഉപരി പുറത്തുള്ളവർക്ക് അറിയാവുന്ന സത്യമാണ്. എങ്കിലും അൽഹംദുലില്ലാഹ് വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ സലാത്തിന്റെയും അതുപോലെ മൗലിദിന്റെയും മറ്റും ഒക്കെ ചടങ്ങുകളായും അല്ലാതെ നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന നേതാക്കളെയൊക്കെ റബീഉൽ ആഖിർ 11 വരെ ICF ദിവസം മൗലിദും പരിപാടികളും അന്നദാനവും ഒക്കെ നടക്കുന്നുണ്ട്. വളരെ എതിർപ്പുകൾ, വളരെ ആപൽ ഘട്ടങ്ങൾ അതിജയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെയും
സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരുടെയും ഹിഫ്ളും ഹിമായത്തുമൊക്കെ ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ICF-ന്റെയും RS-ന്റെയും കുടുംബത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും എല്ലാ സമയത്തും പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകിച്ച് ഈ കോടിക്കണക്കിന് സ്വലാത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിലേക്ക് ഹദിയ ചെയ്യുന്ന ഈ വേള അതിനുവേണ്ടി ഉപയോഗിക്കണമെന്നും മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി മദീന RSC സോൺ ചെയർമാൻ ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി സഖാഫി 2 വാക്ക് ആശംസിച്ചു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദന്മാർ, പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടിയതിന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ RSCയുടെ മദീന സോണിന്റെ ഇപ്പോഴത്തെ ചെയർമാനല്ല. ചെയർമാനും സെക്രട്ടറിയും കൂടെ ഇല്ലാത്തത് കൊണ്ട് അവർ താൽക്കാലികമായി ഏൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ മുമ്പിൽ എണീറ്റ് നിന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നമ്മുടെ നല്ല കാര്യങ്ങളും അല്ലാഹു നമുക്ക് കബൂലാക്കുമാറാവട്ടെ. മഹത്തായ ക്ലാസ് റൂമിന്റെ മലബാർ ക്ലാസ് റൂമിന്റെ സഹായത്തോടുകൂടെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിലേക്ക് ധാരാളം സ്വലാത്തുകൾ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ചൊല്ലി അത് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് സമർപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരുമിച്ച് കൂടിയതായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, അല്ലാഹു തആല നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. യഖ്തസു ബിറഹ്മതിഹി മൻ യശാ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പല അനുഗ്രഹങ്ങളും അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിലും, പല സൗകര്യങ്ങളും അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിലും, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു വിശാലമായി അല്ലാഹുവിന്റെ വിശാല റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കുറെ കാശുണ്ടാവലോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങൾ ലഭിക്കലോ അല്ല. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് ഈ പരിശുദ്ധ ആയത്ത് തിരിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞു സ്വലാത്ത് കൂടുതൽ ചെല്ലാനുള്ള അവസരം ലഭിക്കുക എന്നതാണ്. അതുകൊണ്ട് അതുപോലത്തെ ഒരു അവസരം ലഭിച്ചവരാണ് നാം എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പരിപാടി എല്ലാ നിലയിലും വിജയകരമാക്കുകയും സന്തോഷകരമാക്കുകയും ചെയ്യുമാറാവട്ടെ. KMIC-യുടെ മഹത്തായ ഈ പരിപാടിയിൽ ആശംസ എന്ന നിലയിൽ എല്ലാവിധത്തിലും ഉള്ള എല്ലാ ആശംസയും നിങ്ങൾക്ക് വേണ്ടി അറിയിക്കുകയും നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്ത് ചെയ്യുകൂടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസാരിക്കാൻ ഇനിയും ധാരാളം ആളുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രഗത്ഭരായ പ്രശസ്തരായ ആലിമീങ്ങൾ, ICF-ന്റെയും RSCയുടെയും നേതാക്കൾ പലരും ആശംസ അറിയിക്കാൻ തന്നെ നമ്മൾ നേരം വെളുക്കോളം വിളിച്ചാലും തീരാത്ത ആളുകൾ ഇവിടെയുണ്ട്. സമയ പരിമിതി കണക്കിലെടുത്ത് തൽക്കാലം കൂടുതൽ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ നാട്ടിലും മറ്റ് വിവിധ ഭാഗങ്ങളിലുമുള്ള 10,000-കണക്കിന് വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് ഇന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വെച്ച് നടക്കുന്ന ഈ മഹത്തായ സ്വലാത്തിന്റെ സമർപ്പണ ദുആ അതിൽ പങ്കുകൊള്ളാൻ വേണ്ടി മണിക്കൂറുകളായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ മറ്റു പ്രസംഗങ്ങളിലേക്കും പ്രഭാഷണങ്ങളിലേക്കും കടക്കാതെ, സമയം വളരെ പരിമിതമാണ്, മഗ്‌രിബിന് അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ എന്നതുകൊണ്ട് ഇനി ആശംസകളൊന്നും തന്നെ ഇല്ല. ബഹുമാനപ്പെട്ട അബൂ റയ്യാൻ ഉസ്താദ് ഒരു അല്പസമയം അധ്യക്ഷ പ്രസംഗം നടത്തും. അതിനുശേഷം നമുക്ക് ദുആയിലേക്ക് കടക്കാം. അതിനിടയിൽ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി മദീനയിലെ ICF-ന്റെയും RSCയുടെയും പ്രവർത്തകരായ നിസാം, റഫീഖ്, സൈനു അക്ക, ഹാരിസ്, മുജീബ്, ജലീൽ കൊല്ലം, ഷാജഹാൻ കൊല്ലം തുടങ്ങി
ധാരാളം പ്രവർത്തകര് ഈ പരിപാടി ഇത്തരത്തിൽ ഇവിടെ സംവിധാനിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫുഡ് അറേഞ്ച്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം ആത്മാർത്ഥമായി അവരെ സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് KMICയുടെ പേരിൽ വളരെ ഹൃദയംഗമായ നന്ദി അർപ്പിക്കുകയാണ്. അള്ളാഹു എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട അബൂ റയ്യാൻ ഉസ്താദ് ഒരു 5 മിനിറ്റ് അധ്യക്ഷ പ്രഭാഷണം നടത്തും. അതിനുശേഷം നമുക്ക് പ്രാർത്ഥനയിലേക്കും മറ്റു വിഷയങ്ങളിലേക്കും കടക്കാം. ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അൽഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ സയ്യിദന്മാരെ, ഉസ്താദന്മാരെ, മറ്റു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, KMIC പ്രവർത്തകരെ, ശ്രോതാക്കൾ, സുദീർഘമായ ഒരു പ്രഭാഷണം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ KMICയിൽ വന്നതിനു ശേഷം ആളെ കണ്ടു പ്രസംഗിക്കുന്നത് ഇപ്പൊ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതായിരുന്നു എനിക്കിഷ്ടം. KMICയിൽ വന്നതിന് ശേഷം ആരും കാണാതെ അങ്ങനെ വാതിലടച്ചിട്ട് ധൈര്യമായിട്ട് പറയാ. കാരണം ഏറി വരൂല. ചിലപ്പോ മസാലകളൊക്കെ പറയുമ്പോ ഭാര്യ പറയും, നിങ്ങളിത് മുഴുവൻ ജനങ്ങൾ കേൾക്കുന്നുണ്ട്, ഏറി വരൂലെന്നുള്ള ധൈര്യത്തില്. ഏതായിരുന്നാലും ഇവിടെ വന്നപ്പോ 1-2 കുട്ടികള് ഉമ്മച്ചിയുടെ ഉസ്താദാണ് വന്നൊരു ചീത്തപ്പേര പറയും. ഉമ്മച്ചിയുടെ ഉസ്താദാണ്. കുറെ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ ബാക്കിൽ ഇരുന്ന മുഖങ്ങളാണ് അല്ലാഹു തആല നമുക്ക് മദീനയിൽ വെച്ച് കാണാനുള്ള സൗഭാഗ്യം കിട്ടി. ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം ആദ്യമേ ഓർപ്പിക്കുന്നത് നല്ലതാണ്. മൈക്കയിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഏതായിരുന്നാലും നമുക്ക് വളരെയധികം നമുക്ക് വേണ്ടി അങ്ങനെ സൗകര്യം ചെയ്ത് തന്നിട്ടും അല്പം വഴുകി. ഏതായിരുന്നാലും നമ്മുടെ അൻവരി ഉസ്താദിന് നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ 1-2 ദിവസങ്ങൾക്ക് മുമ്പേ അബൂ മിസ്ബാഹ് ഉസ്താദ്, അൻവരി ഉസ്താദ് ഒക്കെ ഓൺലൈനിൽ യോഗം കൂടിയപ്പോ 10 കോടി തേയിലെ എന്നൊരു തോന്നല് സ്വാഭാവികമായി ഹബീബിന്റെ മദീനയിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞത് 43 കോടി ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ലക്ഷങ്ങൾ പലവരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വലിയൊരു വിജയമാണ്. ആരൊക്കെ ഈ സലാത്തിൽ പങ്കെടുത്തുവോ, പിന്നെ ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ, പല മുഅ്മിനീങ്ങൾ, മാരകമായ പല ജാതി രോഗങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങളുള്ളവര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തആല ഹബീബായ റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് തആല ശാരീരികമായ, മാനസികമായ, പൈശാചികമായ, സാമ്പത്തികമായ എല്ലാവിധ പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ദൂരീകരിച്ച് ഇരുലോകത്തും അല്ലാഹു തആല സന്തോഷകരമായ ജീവിതം നൽകി ഹബീബിന്റെ മുഖം ദർശിച്ചു മരിക്കുവാനും മരണസമയത്തും നമ്മുടെ ഖബറുകളിലും റസൂലുള്ളാഹിന്റെ സാന്നിധ്യമുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് അവസാനമായി ഒരുപാട് സലാത്തുകൾ നമ്മൾ ചൊല്ലി റസൂലുള്ളാഹിനോടുള്ള മഹബത്ത്. എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഈ സദസ്സിൽ ഞാൻ അക്കാര്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് എന്ന നിലക്ക് വലിയ ഒരു സദസ്സ്. ഈ സദസ്സിന്റെ ബറക്കത്ത് നമുക്ക് അടുത്ത റബീഉൽ അവ്വൽ വരെ നിലനിൽക്കും. അടുത്ത റബീഉൽ അവ്വൽ സലാത്ത് ചൊല്ലി സുലൈമാൻ ഹാജി പറഞ്ഞു നമുക്ക് അടുത്ത കൊല്ലം UAE മാറ്റണം. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റൂല, ഞാൻ നീട്ടുന്നില്ല. റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബയിൽ സന്തോഷത്തിലാണ്. ഇത്ര കോടി സലാത്തിയല്ലേ. UAE വിസ വേണ്ടാന്നല്ല, പക്ഷെ UAE ആവുമ്പോ ഇത്ര കോടികൾ കിട്ടും.
അതാ വിഷയം. ഏതായിരുന്നാലും ആ ബറക്കത്ത് അടുത്ത റബീഉൽ അവ്വൽ വരെ അതല്ലെങ്കിൽ നമ്മുടെ മരണം വരെ നിലനിൽക്കണം. അതുകൊണ്ട് ഹബീബിന്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലി ഹബീബിന്റെ തിരുമദീനയിലെത്തി. അതുകൊണ്ട് ഈ ഹബീബിന്റെ മദീന വിട്ടുപിരിയുന്ന സമയത്ത് ഒരു തീരുമാനം നമ്മളൊക്കെയും എടുക്കണം. എന്താ? ഹബീബിന്റെ ഒരു സുന്നത്ത് എന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ഞാൻ മുടങ്ങാതെ പകർത്തുമെന്ന്. അത് ഞാൻ ഒരൊറ്റ സുന്നത്തെ പറയുന്നുണ്ട്. ഒറ്റ സുന്നത്ത് ഹബീബിന് വളരെയധികം ഇഷ്ടപ്പെട്ട, അത് ചെയ്യാത്തവരെ ആക്ഷേപിച്ച ഒരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ തീരെ ഇല്ലാത്ത ഒരു സുന്നത്താണ് വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുക. വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുകയാണ്. നമ്മൾ ഇടത്തെ കൈ എല്ലാം നമ്മൾ ഒഴിവാക്കുന്ന ക്ലാസ് ആണെങ്കിലും ഇടത്തെ കൈ ഉപയോഗിച്ച്, ഞാൻ നീട്ടി പറയല, അൻവരി ഉസ്താദ് ചിലപ്പം ദോട്ടിടാൻ വയ്ക്കും. അപ്പൊ അങ്ങനെ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നത് വരെ ആ ക്ലാസ്സിൽ എന്തായാലും ശരി ഞാൻ വലത്തെ കൈ കൊണ്ട് ഞാൻ ഇനി വെള്ളം കുടിക്കുകയുള്ളൂ, ചായ കുടിക്കുകയുള്ളൂ, നാസ്തയിലേക്കുള്ള വെള്ളം കുടിക്കുകയുള്ളൂ, ബിരിയാണി കഴിക്കുമ്പോ വെള്ളം കുടിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു ബിരിയാണി എല്ലാവരും തയ്യാറല്ലേ? ഉറപ്പിക്കണം. പലവരുടെ ജീവിതത്തിൽ അതില്ല. അതുകൊണ്ട് ആ ഒരു സുന്നത്ത് അടുത്ത റബീഉൽ അവ്വൽ വരെ നിലനിർത്തി ഹബീബിന്റെ പച്ചക്കുബ്ബയുടെ മുന്നിൽ തിരിച്ചെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിനു വേണ്ടി ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ, സഹകരിക്കുന്നുവോ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാവർക്കും അവരുടെ കുടുംബ മിത്രാദികൾക്കും അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി ഐശ്വര്യവും ബറക്കത്തും നൽകി തൊപ്പുകയും ഹിദായത്തും നിലനിർത്തി മരണം ഖൈറാവുന്ന സമയത്ത് ഖൈറായ നേരത്തെ ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ അള്ളാഹു തആലാക്ക് തൊൽപ്പടിപ്പത്തോ സ്ഥലത്ത് വെച്ച് സ്വർഗം കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാക്കിയെല്ലാം നാളെ ഉച്ചയ്ക്ക് ശേഷം. വഅലൈക്കും അസ്സലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അബൂ റയ്യാൻ ഉസ്താദിന്റെ സംസാരം കേട്ടാൽ നമുക്ക് ചിരിയ. ഉസ്താദിനെ കണ്ടപ്പോൾ അതിനേക്കാൾ വലിയ ചിരി എല്ലാവരും ചിരിച്ചത്. ഏതായാലും KMICയെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് പറഞ്ഞ് ഞാനിവിടെ വരണ്ടായിരുന്നു, കാണാതിരിക്കുന്നതായിരുന്നു നല്ലത്. കാരണം അറബിയിൽ ഒരു ചൊല്ലുണ്ട്, വിവിധ ഭാഗങ്ങളിലുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾക്ക്, കുടുംബിനികൾക്ക് ഉസ്താദിന്റെ ക്ലാസ് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. ഉസ്താദിന്റെ സേവനം KMIC വളരെ കൃതജ്ഞതയോടെ സ്മരിക്കുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം തന്നെയാണ് ഈ ഒരു മഹത്തായ വേദിയിൽ നാട്ടിൽ നിന്ന് ഉംറക്കായി സിയാറത്തിനായി ഇവിടെ ഉസ്താദ് എത്തി. ഉസ്താദിന്റെ കൂടെ നമ്മുടെ തിരുവമ്പാടി KMIC എന്ന നമ്മുടെ സജീവ പ്രവർത്തകനും കൂടിയുണ്ട്. ഏതായാലും ഈ മഹത്തായ സംഗമത്തിൽ വെച്ചുകൊണ്ട് KMICയുടെ ഒരു പതിറ്റാണ്ട് നീണ്ട കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഒരു വലിയ രജതരേഖയായി, ഒരു വെള്ളിരേഖയായി നമ്മുടെ ഈ സംഭവം സുന്നത്ത് ജമാഅത്തിന്റെ ഓൺലൈൻ പ്രവർത്തന രംഗത്ത് എഴുതി ചേർക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി, സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന നൂറുകണക്കിന് വരുന്ന ഈ പ്രവർത്തകരെ സാക്ഷി നിർത്തി നമ്മുടെ വന്യരായ അബൂ റയ്യാൻ ഉസ്താദിനെ KMICയുടെ വകയായി ഒരു ചെറിയ ആദരവ് നമ്മൾ സമർപ്പിക്കുകയാണ്. അത് നൽകുന്നത് നമ്മുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ KMICയുടെ തുടക്കം മുതൽ ഇന്ന് വരെ ഇതിന് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ബഹുമാനപ്പെട്ട താഹിറുദ്ദീൻ സാഹിബ് അവറുകളാണ്. ബഹുമാനപ്പെട്ടവർ അബൂ റയ്യാൻ ഉസ്താദിനെ KMICയുടെ വകയുള്ള നമ്മളൊരു ലാപ്ടോപ്പാണ് സമ്മാനിക്കുന്നത്. അത് തീർച്ചയായും നമുക്ക് ഉപകാരപ്പെടും. ഉസ്താദിന്റെ സമയം KMICക്ക് വേണ്ടി ഉസ്താദ് ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് തന്നെ തെരഞ്ഞെടുത്തത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അത് നൽകുന്നതിന് വേണ്ടി താഹിറുദ്ദീൻ സാഹിബിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി വന്യരായ ഉസ്താദ് അവറുകളെയും ആദരവോടെ ക്ഷണിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ മഹത്തായ സമ്മേളനം, ഈ മഹത്തായ സംഗമം ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വലിയ മഹാവ്യക്തിത്വം നമുക്ക് താങ്ങും തണലുമായി ഉണ്ട്. KMICയുടെ പ്രയാണ വീതിയിൽ നമുക്ക് ആശയും ആവേശവും പകർന്നു നൽകിയ
മഹാനായ സയ്യിദ് യൂസുഫ് ജീലാനി വൈലത്തൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. KMICയുടെ ചെയർമാനാണ്. ഏത് വിഷയം എപ്പോൾ പറഞ്ഞാലും തങ്ങളവர்கள் വളരെ സന്തോഷത്തോടെ ആ പരിപാടി ഏറ്റെടുക്കുകയും സമയം കണ്ടെത്തി നമ്മോട് സംഭാഷണം നടത്തുകയും ചെയ്യാറുണ്ട്. തങ്ങളുടെ പരാതി പലപ്പോഴും പ്രവർത്തനങ്ങൾ അറിയുന്നില്ല എന്നതിലാണ്. എല്ലാ വിഷയങ്ങളും നമ്മൾ തങ്ങളെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറില്ല. പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും ഉപദേശങ്ങൾ നൽകി നമുക്ക് പ്രോത്സാഹനം നൽകുന്ന മഹാനായ സയ്യിദ് അവർകൾ, അവരുടെ ഈ KMICയുടെ നേതൃരംഗത്തേക്കുള്ള വരവാണ് KMICക്ക് പുതുജീവൻ നൽകിയത്. അള്ളാഹു അവരുടെ തണലിലായി ദീർഘകാലം പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കപ്പെടേണ്ട ഒരു പ്രധാന വ്യക്തിത്വമാണ് സാദിഖ് മിസ്ബാഹി കൊല്ലം. KMICയുടെ ആദ്യകാല പ്രവർത്തകരിൽ പ്രധാനിയും KMICക്ക് വേണ്ടി വളരെ കാലം കഠിനാധ്വാനം ചെയ്തു. UAEയിലുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ രാവും പകലും സമയം വിനിയോഗിച്ചുകൊണ്ട് KMICക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച ഒരു പ്രവർത്തകനാണ്. അള്ളാഹു അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ KMICയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ പ്രവർത്തനം നമുക്കൊക്കെ അറിയാം. പകൽ സമയത്തുള്ളവരുണ്ട്, രാത്രി സമയത്തുള്ളവരുണ്ട്, പകലും രാത്രിയും കാത്തിരിക്കുന്നവരുണ്ട്. റേഡിയോ ശ്രോതാക്കളായ ധാരാളം ആളുകളുണ്ട്. ഇന്ന് എന്നെ വന്ന് പരിചയപ്പെട്ട അധികം ആളുകളും. അതിനിടയിൽ ഒരു പ്രത്യേക അറിയിപ്പ്. നേരത്തെ നിങ്ങൾക്ക് തന്ന കൂപ്പൺ അതിനി ആരെങ്കിലും പൂരിപ്പിച്ച് നൽകാനുണ്ടെങ്കിൽ ഉടൻ തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് അറിയിക്കുന്നു. നറുക്കെടുപ്പ് നടക്കുകയാണ്. നിങ്ങളെയും കാത്ത് ഒരു വലിയൊരു സമ്മാനം ഇവിടെ ഇരിപ്പുണ്ട്. നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് സമ്മാനം നൽകുന്നത്. അതുകൊണ്ട് കൂപ്പൺ പൂരിപ്പിച്ച് കയ്യിൽ വെച്ചിട്ടുള്ള ആളുകൾ നിർബന്ധമായും ഉടൻ തന്നെ അത് തിരികെ പ്രവർത്തകരെ ഏൽപ്പിക്കണമെന്ന് അറിയിക്കും. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ ഈ KMICയുടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്, എല്ലാവർക്കും അറിയാം. പാതിരാവുകളിൽ ഉറക്കം വിളച്ചുകൊണ്ട് ഈ മഹത്തായ സംവിധാനത്തെ കാത്തുസൂക്ഷിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവർത്തകര്, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ സൗദിയിൽ, ജിദ്ദയിൽ, റിയാദിലൊക്കെയുള്ള പ്രവർത്തകരാണ് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത്. നമ്മുടെ ഈ സ്വലാത്ത് പ്രഖ്യാപനം മുതൽ ഇന്ന് വരെയും ആ സ്വലാത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി വളരെയധികം കാത്തിരുന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അത് സ്വീകരിച്ച KMIC കൂരിയാട് എന്ന ഐഡിയിലുള്ള നമ്മുടെ KM ബാവ ഉസ്താദ്, 2 ID, അവർ രണ്ടുപേരും ആ കുടുംബം അൽഹംദുലില്ലാഹ് KMICക്ക് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന പ്രവർത്തകരാണ്. അല്ലാഹു തആല കുടുംബത്തിന്, ബാവ ഉസ്താദിന്, അവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സ്വലാത്ത് അവസാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. അവസാനം നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 43,70,44,465 സ്വലാത്ത് ഇതുവരെയും നമ്മുടെ ഈ മഹത്തായ സദസ്സിലേക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മൾ ഈ സ്വലാത്ത് 10 കോടി സ്വലാത്താണ് നമ്മൾ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇത്രയും 43,70,44,465 ഇപ്പൊ ലാസ്റ്റ് സൈന്തങ്ങൾ പറഞ്ഞ് മറ്റ് 1 കോടി സ്വലാത്ത് കൂടി വീണ്ടും കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ ഒരു സന്തോഷ വാർത്ത നമ്മൾ പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്ന വ്യക്തിക്ക് ഇൻഷാ അല്ലാഹ് നമ്മളൊരു സമ്മാനം നൽകുമെന്ന്. വലിയ കണക്കുകൂട്ടലുകളോട് കൂടിയല്ല അത് പറഞ്ഞതെങ്കിലും അൽഹംദുലില്ലാഹ് റബ്ബ് അതും സാധിപ്പിച്ചു തന്നിരിക്കുകയാണ്. 1,70,00,000 സ്വലാത്ത് ചൊല്ലിയ ഒരു വ്യക്തി, അത് ഉപ്പ, പേരെന്താ, സ്ഥലത്തിന്റെ പേര് അറിയില്ല, താജു എടക്കഴിയൂർ എന്ന സുഹൃത്തിന്റെ ഉപ്പയാണ്. തൃശ്ശൂർ ജില്ലയിലെ എടക്കഴിയൂർ നിവാസിയായ അദ്ദേഹം 1,70,00,000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ വ്യക്തി എന്ന നിലയിൽ സമ്മാനാർഹനായിരിക്കുന്നത്. സമ്മാനമായി KMICയുടെ വക അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഉംറയും സിയാറത്തും നിർവഹിച്ചു പോകാനുള്ള അവസരം KMIC ഒരുക്കുകയാണ്. സുന്നിക്കുട്ടി എന്ന ഐഡിയിലാണ് അദ്ദേഹം നമ്മുടെ KMICയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന് ഇവിടെ വന്ന് മഖബൂലും മദറുമായ ഉംറയും സിയാറത്തും ഒക്കെ നിർവഹിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഈ സമയത്ത് ധാരാളം ആളുകളെ നമുക്ക് സ്മരിക്കേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതൊക്കെ നമ്മുടെ സമയവും സാഹചര്യവും മനസ്സിലാക്കി ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഗ്‌രിബിനുള്ള സമയമായിരിക്കുകയാണ്.
സ്വലാത്ത് ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ മുഴുവനും ഒരു വലിയ ഹരമായി മാറിയിരിക്കുകയാണ്. പ്രവാചക പ്രേമികളായ ആളുകൾ അക്ഷരാർത്ഥത്തിൽ അതൊന്ന് നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മുടെ സംഘടനാ കുടുംബങ്ങളും നാട്ടിലുള്ള മളമായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചൊല്ലിയ ധാരാളം സ്വലാത്തും നമ്മോട് അറിയിച്ചുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യണമെന്ന് പറയിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ആരാണ് നമ്മുടെ റഫീഖ് ഉസ്താദ് കൊല്ലം, അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലും കുടുംബങ്ങളിലും പരിചയക്കാരിലും പെട്ട ആളുകൾ എല്ലാവരും കൂടി 44 കോടി ചൊല്ലിയിട്ടുണ്ട്. അത് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ ധാരാളം ആളുകൾ, വ്യക്തികളും കുടുംബങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ അതുപോലെ KCF ജിദ്ദ, കർണാടക സ്റ്റേറ്റിലെ സുന്നി പ്രവർത്തകരുടെ കൂട്ടായ്മയായ KCF ജിദ്ദ 1 കോടി സ്വലാത്ത്, അതൊന്നും ഇതിൽ പെടാത്തതാണ്, അവർ സ്വന്തമായി ചൊല്ലിയതാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ ഈ ഹദറത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്, ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വലാത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര്, കുടുംബങ്ങള്, KMICയുടെ പ്രവർത്തകര്, ICFന്റെയും RSയുടെയും പ്രവർത്തകര്, ധാരാളം ആളുകൾ എങ്ങനെയാണ് അവരോടുള്ള കടപ്പാട് നിറവേറ്റുക എന്ന് നമുക്കറിയില്ല. ധാരാളം ആളുകൾ നേരിട്ടും ഫോണിലൂടെയും ക്ലാസ് റൂമിൽ PM-ലൂടെയും ഒക്കെ വളരെയധികം വിഷമങ്ങൾ എഴുതി അറിയിച്ച പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. അങ്ങനെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയിച്ച ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുടെ ലിസ്റ്റ് മാത്രം നമ്മൾ വായിച്ചാൽ നേരം വെളുക്കുവോളം വായിച്ചാലും തീരുകയില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം ഉണർത്തുന്നു, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഏതൊരു വ്യക്തിയും, അത് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നാകട്ടെ, ഇവിടെ സംഘടിച്ചവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളും അല്ലാഹു തആല നമ്മുടെയും അവരുടെയും ഖൽബ് അറിയുന്നവരാണ്. തീർച്ചയായും ഈ മഹത്തായ മജ്ലിസിൽ വെച്ച് ഓരോരുത്തരെയും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. പേരെടുത്തു പറയാൻ, അവരുടെ ആവശ്യങ്ങളും ആവലാദികളും വിശദീകരിക്കാൻ നമ്മൾ അശക്തരാണ് എന്നതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് ലാസ്റ്റ് ദുആ ചെയ്യും എന്നുകൂടി ഉണർത്തുകയാണ്. എല്ലാ ആളുകളും ആ ദുആയും കൂടി കഴിഞ്ഞതിന് ശേഷമേ തിരിഞ്ഞു പോകാവൂ എന്ന് അറിയിക്കുന്നു. പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ ധാരാളം പ്രവർത്തകർ പുറത്തുണ്ട്, ഇരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ, കുറച്ച് സമയം ഒന്ന് എഴുന്നേറ്റ് നിന്നാലേ കയ്യും കാലിലൊക്കെ ഒന്ന് നേരാന്നല്ല. ആ പുറത്തുള്ള ആളുകളൊക്കെ ഒന്ന് അകത്തോട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. ഒന്ന് അടുത്ത് നിന്നോളൂ. ആ ഡോറൊക്കെ ഒന്ന് തുറന്നു വെച്ചിട്ട് പുറത്തുള്ള എല്ലാ പ്രവർത്തകരും അതെ അതെ ഖമീസ് മുഷൈത്തിൽ അല്ലേ? ഖമീസ് മുഷൈത്തിൽ നമ്മുടെ സജീവ പ്രവർത്തകനും അവിടുത്തെ മദ്രസയിലെ അധ്യാപനം കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ മിസ്ബാഹി അല്ലേ, സുഖമില്ലാതെ കിടക്കുകയായിരുന്നു, ഇന്നലെ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ഇതെന്താ ദുആ ചെയ്യാൻ? ശരി ശരി. 2 കുട്ടികൾ ഇവിടെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ആയിഷ, ഉനൈസ് അല്ലേ, ഉവൈസ്. അല്ലാഹു തആല സ്വാലിഹീങ്ങളായ മക്കളാക്കി വളർത്തുമാറാവട്ടെ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും വളരെ പരിമിതമായ ഒരു സമയമാണ് നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല അവസരം നൽകിയത്. പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത, എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കാനും ഓമനിക്കാനും പറ്റുന്ന ഒരു വലിയ എന്താ പേര് നമുക്ക് എന്നും ഓർത്തു വെക്കാനും ഓമനിക്കാനും പറ്റുന്ന ഒരു സംഭവമാണിത്. എല്ലാവർക്കും അറിയുന്നത് പോലെ എത്രയോ വർഷങ്ങളായി നമ്മളൊക്കെ നേടപ്പെട്ട ആളുകൾ റേഡിയോയിലൂടെ ശബ്ദം കേൾക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരാണ്. അല്ലാഹു തആല അത്തരത്തിലുള്ള കൂട്ടുകാർക്ക്, റേഡിയോ ശ്രോതാക്കൾ പലപ്പോഴും നമ്മൾ ബന്ധപ്പെടാൻ കഴിയാത്ത ആളുകളാണ്. അവർക്കാണ് മനസ്സിന്റെ വിഷമം പലപ്പോഴും അവർ ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ്. ഇന്ന് ഇത്തരമൊരു അവസരം, ഒരു സംഗമത്തിന് സാഹചര്യമുണ്ടായപ്പോൾ അവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം, സത്യം പറഞ്ഞാൽ ആ
കാണുന്ന സമയത്ത് ഓരോരുത്തരുടെയും പ്രതികരണം കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നേരത്തെ അബൂ റയ്യാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ഈ ഭൂമി ലോകത്ത് ഏറ്റവും ഹൈറായ ഒരു പുണ്യഭൂമിയിൽ വെച്ച് മാ ബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ ആരാമങ്ങളിൽ നിന്നുള്ള ഒരു ആരാമമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ആ പരിശുദ്ധമായ റൗള ഷരീഫ്, അതിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് നമുക്ക് പരസ്പരം കാണാനും ബന്ധപ്പെടാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു ചടങ്ങ് കൂടി നമുക്കുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ നടത്തിയ ക്വിസ് മത്സരത്തിൽ എല്ലാവരും ശരിയുത്തരം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ലിബു 786 എന്ന ഐഡിയിൽ KMICയിൽ ഉണ്ടാകാറുള്ള ലിബാ ഷെറിൻ എന്ന കുട്ടിയാണ് നറുക്കെടുപ്പിലൂടെ വിജയിയായിരിക്കുന്നത്. ആ കുട്ടിക്കുള്ള സമ്മാനം, ആ കുട്ടി അകത്തേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. പുറത്തുണ്ടെങ്കിൽ രക്ഷിതാവായാലും മതി, ആരെങ്കിലും ആ കുട്ടിയുടെ രക്ഷിതാവോ ഇൻഷാ അല്ലാഹ്. അതുപോലെ സുഹൃത്തുക്കളെ, നമ്മുടെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ വന്നിട്ടുള്ള നമ്മുടെ സഖാഫി ഉസ്താദ്, അദ്ദേഹത്തിന്റെ 2.5 വയസ്സുള്ള കുട്ടി ക്യാൻസർ രോഗം ബാധിച്ച് അല്ലാഹു തആല കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. മനസ്സറിഞ്ഞ് അദ്ദേഹം, ആരായാലും വിഷമം ഉണ്ടാവുമല്ലോ, കാരണം അവനവന്റെ മക്കളുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാം. എല്ലാവരും അത് ആത്മാർത്ഥമായി നിങ്ങൾ ഏറ്റെടുത്ത് ഈ സദസ്സിൽ മാത്രമല്ല നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും ആ കുട്ടിക്ക് വേണ്ടിയും അതുപോലെ വിഷമം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഒക്കെ എല്ലാവരും ദുആ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹുവേ, മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് നിന്റെ ഹബീബിന്റെ ചാരത്ത് വെച്ചാണ് സാധുക്കളായ ഞങ്ങൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ഈ മജ്ലിസിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ആ കുഞ്ഞിന്റെ രോഗം നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകി ആഫിയത്ത് നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ മാതാപിതാക്കളുടെ വിഷമം നീ കാണുന്നവനാണ് അല്ലാഹുവേ, അവർക്ക് നീ അതിൽ നിന്ന് മോചനം നൽകണേ റഹ്മാനെ. ഖൈറും ബറക്കത്തും ഇസ്സത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ നമ്മുടെ ക്ലാസ് റൂമിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ റഫീഖ് ആദൂർ. അദ്ദേഹത്തിന് കുട്ടികളില്ല. അതുപോലെ ഷൗക്കത്ത് സഖാഫി, അലി AR നഗർ, അങ്ങനെ നമ്മുടെ പ്രവർത്തകർ പലരും മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ്. അവരൊക്കെ ആ വിഷമം പുറത്തു കാണിക്കാതെ സജീവമായി നമ്മുടെ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹു അവർക്കൊക്കെ ഈ സംഗമത്തിന്റെ ഒരു സൗഭാഗ്യം എന്ന നിലക്ക്, അതിന്റെ ഒരു റിസൾട്ട് എന്ന നിലക്ക് നമ്മുടെ ഈ സംഗമം അല്ലാഹു കബൂൽ ചെയ്തെന്നതിന്റെ ഒരു അടയാളമായി അല്ലാഹു അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാണ്. ഇൻഷാ അല്ലാഹ്. നമ്മുടെ അതെ, അതുപോലെ നമ്മുടെ KMICയിൽ വളരെ കാലം സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പഴയ കാലത്തൊക്കെ രാത്രി കാലങ്ങളിൽ ഉറക്കമിളച്ചുകൊണ്ട് KMICക്ക് വേണ്ടി ഖിദ്മത്തെടുത്ത അബൂ സുഫ്വാൻ എന്ന ഐഡിയിലുണ്ടായിരുന്ന ഖാലിദ് സാഹിബ്. അദ്ദേഹം കഴിഞ്ഞ 2 മാസം മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവരുടെ ഖബർ സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഒരു ഷെഫീഖ് എന്ന കുട്ടി ഇടക്കാലത്ത് നമ്മുടെ റൂമിൽ വന്നിരുന്നു, മരണപ്പെട്ടു പോയി. അല്ലാഹു ആ കുട്ടിയുടെയും ഖബർ സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ആക്രമം ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അതിനിടയിൽ നമ്മുടെ അടുത്ത ആളുകൾ മരണപ്പെട്ട വാർത്തകൾ അറിയിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചാപ്പനങ്ങാടിയിൽ നിന്നൊരു കുട്ടി 1 കോടി സ്വലാത്ത് ചൊല്ലിയതായി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി ധാരാളം വസിയത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അതിനിടയിൽ ഈ സമ്മാനം നമ്മുടെ ലിബു, അല്ലെ, എന്താണ് കുട്ടിയുടെ പേര്? നൽകുമാറാവട്ടെ. നിങ്ങൾ തന്നെ കൊടുക്കും. നമ്മുടെ ഈ കുട്ടിക്കുള്ള സമ്മാനം നമ്മുടെ ബഹുമാനപ്പെട്ട സൈൻ തങ്ങൾ നൽകുകയാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതുപോലെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സജീവ പ്രവർത്തകനായ ജിദ്ദയിലുള്ള കണ്ണമംഗലം ഇബ്രാഹിം സാഹിബ്. അദ്ദേഹത്തിന്റെ ഉമ്മ കാലില് ക്യാൻസർ ബാധിച്ച് കുറച്ചു ഭാഗം മുറിക്കേണ്ടി വരും എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അല്ലാഹു തആല ഒരു വിഷമവുമില്ലാതെ സലാമത്ത് നൽകുമാറാവട്ടെ. കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആ രോഗം പകരാതെ അല്ലാഹു അവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ പല ആളുകളും പല വിധത്തിലുള്ള രോഗം കുറച്ച് യാത്ര ചൊല്ലി അതിന് ഇടയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും അറിയാം ഇവിടെ ശ്രമിച്ചത് വിജയമെന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ സഹകരണമാണ്. സൗദിയുടെ വിവിധ ഭാഗങ്ങൾ
സൗദിയുടെ മാത്രമല്ല ബഹ്റൈന്, അതുപോലെ സൗദിയുടെ അങ്ങേ അറ്റം ജിസാനിൽ നിന്ന് ഒരു ബസ് അവർ നേരത്തെ പോയി. കാരണം നേരത്തെ അങ്ങോട്ട് എത്തേണ്ടതുകൊണ്ട് ദൂരമായതുകൊണ്ട് അവർ നമ്മുടെ അനുവാദത്തോടുകൂടി തിരിച്ചുപോയി. പിന്നെ റൗദയിൽ നടന്ന ദുആയിൽ പങ്കെടുത്തുകൊണ്ട് അവർ തിരിച്ചുപോയി. ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. ജിദ്ദയിൽ നിന്ന് 2 ബസ്, റിയാദിൽ നിന്ന് 2 ബസ്, മറ്റു വാഹനങ്ങളിൽ, മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് സ്വന്തമായ വാഹനങ്ങളിൽ വന്ന ധാരാളം പ്രവർത്തകരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ഈ യാത്ര കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ നിങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം വീഴ്ചകൾ, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ പല ഭാഗത്തു നിന്ന് വന്നവരാണ്. പ്രത്യേകിച്ച് ദിവസം ധരിച്ചവർ അതിനൊരു പ്രയാസം നമുക്കുണ്ടായിട്ടുണ്ട്. എല്ലാ പോരായ്മകളും എല്ലാവരും ക്ഷമിക്കണമെന്ന് ഉണർത്തുകയാണ്. മാത്രമല്ല ഇന്ന് അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഭക്ഷണം, അതിലേക്ക് ചില ആളുകളൊക്കെ നമുക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ഇനിയും പലരും ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും എല്ലാവർക്കും അറിയാലോ, നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ച് നമ്മൾ ആദ്യം 200 ആളെ കണക്കാക്കി, പിന്നെ 250 300 അത് 400 ഏതോട് അടുത്ത 500 കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പൊ അതിന് സഹായിച്ച വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ TTM കൊടിഞ്ഞി എന്ന ഐഡിയിലുള്ള നമ്മുടെ സുഹൃത്ത്, അദ്ദേഹം നേരത്തെ ഇവിടെ വന്നിരുന്നു. തിരിച്ചു പോകേണ്ട അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ഒരു 500 റിയാൽ ഈ പരിപാടിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി. നമ്മുടെ UAE-യിലുള്ള ഹക്കീം ബാവ ഐഡിയിൽ നമ്മുടെ റൂമിൽ സംസാരിക്കുന്ന സുഹൃത്ത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു 800 ദിർഹം അതിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. വേറൊരു സുഹൃത്ത് മേലേപ്പാറ ഇബ്രാഹിം എന്ന സുഹൃത്ത് ഒരു 200 ദിർഹം ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അബൂജസ ഒരു 100 ദിർഹം തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റിയാദിൽ നിന്നുള്ള പ്രവർത്തകർക്ക് ഇവിടെ എത്താൻ വേണ്ടി 2 ബസ്, 2 ബസ് യാതൊരു പൈസയും വാങ്ങാതെ നമ്മൾ പെട്രോൾ മാത്രം അടിച്ചു കൊടുത്ത് അവിടെയുള്ള പ്രവർത്തകർക്ക് ഇവിടെ വരാൻ വേണ്ടി നമ്മുടെ അബ്ദുസ്സലാം, അതെ, അത് കഴിഞ്ഞ് മദീനത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ട് പിന്നെ നമ്മുടെ പ്രവർത്തകർ ദാറുസ്സലാം എന്ന ഐഡിയിലുള്ള നമ്മുടെ സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ആ സൗകര്യം ചെയ്ത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ എല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഭക്ഷണത്തിന്റെയും ഈ ഹാളിന്റെയും ഒക്കെ ചെലവിലേക്ക് കുറച്ച് പൈസ കമ്മിയുണ്ട്. ചെയ്യാൻ കഴിയുന്ന ആളുകൾ, നിങ്ങളുടെ കയ്യിലുള്ള 10 എത്രയായാലും വേണ്ടില്ല. നമ്മൾ ഈ ഒരു സംഘമാണല്ലോ, റസൂലുള്ളാഹിന്റെ തിരുഹദ്റത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, ആരും വിഷമിക്കേണ്ട, കയ്യിലുള്ളവർ മാത്രം സദസ്സിലേക്കൊന്ന് സ്വതക്ക ചെയ്താൽ, ഹദിയ ചെയ്താൽ നമുക്ക് അതിനുശേഷം ദുആ ചെയ്യാം. എല്ലാവരും യാക്രമം ചെയ്ത് തുടങ്ങിക്കാൻ പറ്റും. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق في من ألى به سواك عند الحديث الأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فيك رسول الله أعتقد إذا الكريم تحت اسمي متقد നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب ويحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين രാജ സയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ ഈ സംഗമം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംഗമം നീ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സുന്നത്ത് ജമാഅത്തിന്റെ പാതിരീങ്ങളായ പ്രവർത്തകരും അവരുടെ കുടുംബങ്ങളും അതുപോലെ മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും മദ്രസയിലും അതുപോലെ ദർസിലും ഒക്കെ സേവനം ചെയ്യുന്ന ഉലമാ
അതുപോലെ മദ്രസ അധ്യാപകര്, അങ്ങനെ പല വിധത്തിലുള്ള പല മേഖലകളിൽ ഖിദ്മത്ത് ചെയ്യുന്ന ധാരാളം ആളുകൾ എല്ലാവരും കൂടി ഏകദേശം 43 കോടിയിലധികം വരുന്ന ഈ മഹത്തായ ഹദ്റത്ത് സമർപ്പിക്കണം. അതിനുശേഷം പല കോടികൾ പല ഭാഗത്തു നിന്ന് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അർഹമുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാനെ ഈ ലോകത്തെ തന്നെയും സൃഷ്ടിക്കുന്നതിന്റെ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദസ്പർശനമേറ്റ് പ്രഭാപൂരിതമായ പരിശുദ്ധമായ മദീന മുനവ്വറയിലാണ് ഞങ്ങളുള്ളത്. ഉഹദ് രണാങ്കണത്തിന്റെ താഴ്വരയിലാണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരൊരുമിച്ച് മഹത്തായ ഉഹദ് മലയിൽ കയറി നിൽക്കുമ്പോൾ ചരിത്രമെന്നവർ. അസ്സലാമു അലൈക്കും. സാർ ക്ഷമിക്കണം, ഞാൻ എട്ടിക്കുളക്കാരനാണ്. പിന്നെ നമ്മുടെ ഉപ്പാപ്പാക്ക് തീരെ സുഖമില്ല, പുരക്കാണുള്ളത്. ആരും ഹോസ്പിറ്റലൊന്നും ഇല്ല, ആരും അടിക്കാൻ പാടില്ല, ഹോസ്പിറ്റലില്ല. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. മോഹം മദീന മെഹബൂബിൻ മദീന, അനുരാഗം മദീന കനിവേകും മദീന. മോഹം മദീന മെഹബൂബിൻ മദീന, അനുരാഗം മദീന കനിവേകും മദീന. ആശ ചൊല്ലി മോഹം പാടി വന്നേ പാവരൻ, ആശിതീങ്ങൾ കൂടെ ചേർത്തിടാനി ആശ്രിതൻ. ആശ ചൊല്ലി മോഹം പാടി വന്നേ പാവരൻ, ആശിതീങ്ങൾ കൂടെ ചേർത്തിടാനി ആശ്രിതൻ. കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേരെ, കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേരെ. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. മോഹം മദീന മെഹബൂബിൻ മദീന, അനുരാഗം മദീന കനിവേകും മദീന. وارزقنا شفاعته يوم القيامة إنك لا റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളുടെ ഈ മജ്‌ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ വെച്ച് ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ പറഞ്ഞതും നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമുർ-റഹീമായ തമ്പുരാനെ, നിന്റെ ഹബീബ് അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശനമേറ്റ് പ്രഭാപൂരിതമായ പരിശുദ്ധമായ മദീന മുനവ്വറയിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹുവേ, ഈ നാടിന്റെയും ഈ സ്ഥലത്തിന്റെയും ഈ സമയത്തിന്റെയും ഈ ദിവസത്തിൽ കൊണ്ടാണ് ഓരോ സ്വലാത്തിട്ടുള്ളത്, ഈ മനസ്സറിട്ടുള്ളത്, സ്വതക്ക ചെയ്തിട്ടുള്ളത്. അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സർവ്വ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സർവ്വ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഈ സദസ്സിലുണ്ട്, അവരുടെ മക്കളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ ഓൺലൈനിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശബ്ദവും ഈ സദസ്സും കൺകുളിർക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സഹോദരങ്ങൾ പല വിധത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ അതിൽ നിന്ന് മോചനം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഈ മജ്‌ലിസിന്റെ ഹുർമത്ത് കൊണ്ട് അവരനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പടച്ചവനെ, മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, പ്രത്യേകിച്ച് നേരത്തെ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് അദ്ദേഹത്തിന്റെ 2 വയസ്സുള്ള കുഞ്ഞ് ക്യാൻസർ രോഗമാണെന്ന് അറിയിക്കുന്നു. അല്ലാഹുവേ, നീ ശിഫനെ താനെ ആഫിയത്ത് നൽകാൻ. അത്തരത്തിലുള്ള ഒരു രോഗവും നീ നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് ആർക്കും അത്തരത്തിലുള്ള ഒരു രോഗവും നീ നൽകല്ല തമ്പുരാനെ. പടച്ചവനെ, അതുപോലെ ക്യാൻസർ രോഗം ബാധിച്ച് വിഷമം അനുഭവിച്ചു കഴിയുന്ന കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ അതിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹ്.
പടച്ചവനെ ഷിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. നിന്റെ ഹബീബിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അവരുടെ രോഗങ്ങൾ നീ ഷിഫയാക്കണേ അല്ലാ. പടച്ചവനെ അതുപോലെ ധാരാളം സഹോദരങ്ങൾ പല രോഗങ്ങൾ വിഷമം അനുഭവിച്ചവരും അറിയിച്ചവരുണ്ട്. അല്ലാഹുവേ എല്ലാം വിശദീകരിച്ച് പറയാൻ ഞങ്ങൾ അശക്തരാണ്. നീ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അറിയുന്നവരാണല്ലോ തമ്പുരാനെ. എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാവർക്കും നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാവർക്കും ആഫിയത്ത് നൽകണേ തമ്പുരാനെ. മരണം വരെയും പരിപൂർണ്ണ ആരോഗ്യത്തോടെ ആഫിയത്തോടെ നീ ജീവിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് നീ നൽകിയ ആഫിയത്തും ആരോഗ്യവും പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് പിൻവലിക്കില്ലേ അല്ലാ. ഞങ്ങളുടെ ആഫിയത്തും ആരോഗ്യവും നഷ്ടപ്പെട്ട് പടച്ചവനെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ ആരെയും നീ മടക്കല്ലേ അല്ലാ. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. പടച്ചവനെ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് അല്ലാഹ് ഈ സദസ്സിലേക്ക് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുള്ളത്. മുതൽ 2 കോടിയും ചൊല്ലിയ ആളുകളുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും തമ്പുരാനെ അവരെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നത് ഈ മഹത്തായ മുഹൂർത്തത്തിലാണ്. അല്ലാഹുവേ വിശുദ്ധ റബീഉൽ അവ്വലിന്റെ അവസാന വെള്ളിയാഴ്ച നിന്റെ ഹബീബിന്റെ ചാരത്ത് സംഗമിച്ച് ആ ഹബീബിന്റെ ഹദറത്തിലേക്ക് സ്വലാത്തുകൾ സമർപ്പിക്കുമെന്നാണ് ഞങ്ങൾ അറിയിച്ചത്. അതനുസരിച്ച് അല്ലാഹുവേ എല്ലാം നിന്നിലേക്ക് സമർപ്പിക്കുന്നു, നിന്റെ ഹബീബിന്റെ ഹദറത്തിലേക്ക് സമർപ്പിക്കുന്നു. അല്ലാഹ് ഞങ്ങളിൽ നിന്നത് ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ ഉംറയ്ക്കും ഹജ്ജിനും വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിവരുണ്ട് നീ സാധിപ്പിക്കണേ തമ്പുരാനെ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. അതുപോലെ പെൺകുട്ടികളുടെ വിവാഹം ശരിയാകുന്നതിന് വേണ്ടി നീയത്ത് ചെയ്ത് സ്വലാത്ത് ചൊല്ലിവരുണ്ട് നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. വർഷങ്ങളായി പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കരുത്തപ്പെടുന്നുണ്ട്, ആ രോഗം ശിഫയാകാൻ നീയത്ത് ചെയ്ത് സ്വലാത്ത് ചൊല്ലിവരുണ്ട്. പടച്ചവനെ നീ അവർക്ക് ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത് സ്വലാത്ത് ചൊല്ലിവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈ സദസ്സിലും അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട പല ആളുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, അവർക്കൊക്കെ നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ അടുത്ത വിശുദ്ധ റബീഉൽ അവ്വലിന് ഞങ്ങൾക്ക് ഇതുപോലെ സംഗമിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ അതിനു മുമ്പായി ഈ സദസ്സിൽ സംഗമിച്ച ആളുകളുടെ എന്തെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. എന്തെല്ലാം വിഷമങ്ങളുണ്ടോ നീ മോചനം നൽകണേ അല്ലാഹ്. എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, കൃഷികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ ഈ മഹത്തായ സദസ്സ് ഇവിടെ സംഗമിക്കുന്നതിന് വേണ്ടി ശാരീരികമായി കഷ്ടപ്പെട്ടവരുണ്ട്, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. ഈ മജ്‌ലിസിൽ വെച്ച് തന്നെ ഇപ്പൊ ചോദിച്ചപ്പോ അല്ലാഹ് കയ്യും കണക്കുമില്ലാതെ കൈയെറിഞ്ഞ് സഹായിച്ചവരുണ്ട്, ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയ സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും ഖൽബ് നീ അറിയുന്നവനാണല്ലോ റബ്ബേ. ഞങ്ങളെക്കാൾ വരെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന മുഴുവൻ രഹസ്യങ്ങളും അറിയുന്ന നാഥ, എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. സ്വതക്കകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിന്റെ ഹബീബിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ പടച്ചവനെ, ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്. ആ ഹബീബിനെ ഈ ലോകത്ത് വെച്ച് ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നത്തിൽ ദർശിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പുണ്യപൂവാനെ ഞങ്ങൾക്ക് നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല, അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളാ ഷരീഫ് പല പ്രാവശ്യം കൺകുളിർക്കെ കാണാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ അതിനുള്ള വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്. പടച്ചവനെ ഇവിടെ വരാൻ ആഗ്രഹിച്ചിട്ടും ഇപ്പോൾ വരാൻ കഴിയാതെ വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അവർക്കൊക്കെ അടുത്ത ഭാവിയിൽ തന്നെ ഹബീബിന്റെ ചാരത്തെത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഈ സദസ്സിലുള്ള പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്, ആ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഞങ്ങൾ ചെയ്യുന്ന ഈ ആഴ്മാലുകളുടെ പ്രതിഫലത്തിന്റെ ഒരു വിഹിതം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകളിൽ നീ എത്തിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് ഇതുപോലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ അടിയുറച്ചിരുന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ആവേശം പകർന്നു തന്നത് ഞങ്ങളെ അത്തരത്തിൽ വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളാണ്. അല്ലാഹുവേ അത് കാണാൻ ഇന്നവർ ഞങ്ങളുടെ കൂടെയില്ല, അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഓരോരുത്തർക്കും എന്തെല്ലാം ഹാജത്തുകൾ ഉണ്ടെങ്കിലും നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചനം നൽകണേ തമ്പുരാനെ. പടച്ചവനെ കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അത് വീട്ടാനുള്ള വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്.
പടച്ചവനെ വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, നീ പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഒരു സഹോദരൻ പറഞ്ഞു ഗൾഫിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി സ്വന്തമായ ഒരു കിടപ്പാടം പോലുമില്ല. അതുപോലുള്ള ധാരാളം സഹോദരങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് റബ്ബേ. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരിലുമുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ ലാഹത്തായ ഇസ്സത്തുള്ള ഭവനങ്ങൾ നൽകണേ തമ്പുരാനെ. അതിനുള്ള വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ചെറിയ ചെറിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മ നീ പൊരുത്തപ്പെട്ട ഒരു സംഘമായി സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, എത്രയോ വർഷങ്ങളായി കൂട്ടായ്മയിൽ പങ്കാളികളായി പ്രവർത്തിക്കുന്ന സഹോദരങ്ങളാണ്. ആദ്യമായി നേരിൽ കാണുകയാണ്. എന്റെ ഹബീബിന്റെ ചാരത്ത് വെച്ച് ഈ ലോകത്തെ ഏറ്റവും ഉത്തമനായ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിൽ വെച്ച് സംഗമിക്കാൻ സൗഭാഗ്യം നൽകിയ അല്ലാഹുവേ, ഹബീബിന്റെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആ ഹബീബിന്റെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആ ഹബീബിന്റെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. സ്വർഗത്തിന്റെ അഹിലുകാരിൽ പെടുത്തണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പലവട്ടം പരസ്യമായി ഉച്ചരിച്ച് മരിച്ചു പോകുന്ന മുത്തഖീങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ചോദിക്കാൻ അർഹരല്ല, പാപികളാണ്, ദോഷികളാണ്. അല്ലാഹുവേ, എന്നാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ സദസ്സ് കൺകുളിർക്കെ കണ്ട് ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഹഖ് കൊണ്ട് ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഇതുപോലെ ഖൈറിന് വേണ്ടി സംഗമിക്കാനുള്ള അവസരം നീ നൽകണേ അല്ലാ. അർഹമർ റഹീമായ തമ്പുരാനെ, നിന്റെ ഹബീബിന്റെ ഹഖ് ജാഹ് ബറകത്ത് ഞങ്ങളെ ഖായിബാക്കി അല്ലാ. ഖായിബാക്കി മറക്കല്ലേ അല്ലാ. اللهم إنا قد رفعنا إليك أيدينا داعين راغبين راجين رحمتك ولا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أرحم الراحمين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا خليل الله. الصلاة والسلام عليك يا نبي الله. الصلاة والسلام عليك يا نبي الله. الصلاة والسلام عليك يا صفي الله. الصلاة والسلام عليك يا خير خلق الله. الصلاة والسلام عليك يا من أرسله الله. الصلاة والسلام عليك يا من شرفه الله. الصلاة والسلام عليك يا من كرمه الله. الصلاة والسلام عليك يا من عظمه الله. الصلاة والسلام عليك يا من زينه الله. الصلاة والسلام عليك يا إمام المتقين عشيرني راغبين. الصلاة والسلام عليك يا حبيبي راجين رحمة رب العالمين. الصلاة والسلام عليك يا قائد الغر المحجلين. الصلاة والسلام عليك يا سيد الأنبياء والمرسلين. خذ بأيدينا قليلا يا رسول الله. أدركنا يا رسول الله. أدركنا يا رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم
عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم على حبيبك خير سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل دائما أبدا على حبيبك خير الخلق كلهم صل على جميع الأنبياء المرسلين والحمد لله رب العالمين. പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കളും നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഈ ഒരു സംഗമത്തോടുകൂടി ബന്ധം അവസാനിക്കരുത്. തീർച്ചയായും KMIC മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹായങ്ങളും സഹകരണങ്ങളും മാഷാ അല്ലാഹ് ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരുടെയും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.